പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക. 1 ഗുണം 3 സമം 2 സ്ക്വയർ മൈനസ് 1. 2 ഗുണം 4 സമം 3 സ്ക്വയർ മൈനസ് 1. 3 ഗുണം 5 സമം 4 സ്ക്വയർ മൈനസ് 1. അങ്ങനെയെങ്കിൽ 10 ഗുണം 12 സമം ഡാഷ് മൈനസ് 1. നോക്കുക, ഈ പാറ്റേണിൻ്റെ പ്രത്യേകത നോക്കുക. 1 ഗുണം 3 സമം 2 സ്ക്വയർ മൈനസ് 1. 1നും 3നും ഇടയ്ക്ക് കിടക്കുന്ന സംഖ്യയാണ് ഈ 2. അപ്പോൾ 1 ഗുണം 3 2 സ്ക്വയർ മൈനസ് 1. അതുപോലെ 2 ഗുണം 4 സമം 3 സ്ക്വയർ മൈനസ് 1 ആണ്. 2നും 4നും ഇടയ്ക്കുള്ള സംഖ്യയാണ് 3, അതിൻ്റെ സ്ക്വയറാണ്. അതിൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുന്നു. 3 ഗുണം 5 സമം 4 സ്ക്വയർ മൈനസ് 1. 3നും 5നും ഇടയ്ക്ക് കിടക്കുന്ന സംഖ്യയാണ് 4, ആ 4ൻ്റെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുന്നു. അപ്പോൾ 10 ഗുണം 12 എങ്ങനെ എഴുതും? 10 ഗുണം 12 സമം നമുക്ക് 10നും 12നും ഇടയ്ക്കുള്ള സംഖ്യ എടുക്കുക, അതായത് 11. 11 സ്ക്വയറിൽ നിന്നും 1 കുറയ്ക്കുക. അപ്പോൾ ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് വരേണ്ട സംഖ്യ 11 സ്ക്വയറാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം എത്ര? ഇവിടെ ഒരാൾ 650 രൂപയ്ക്ക് തേങ്ങ വാങ്ങി 598 രൂപയ്ക്ക് അത് വിൽക്കുന്നു. അങ്ങനെയെങ്കിൽ നഷ്ടശതമാനം കണ്ടുപിടിക്കണം. അപ്പോൾ നഷ്ടശതമാനം കാണണമെങ്കിൽ ആദ്യം നഷ്ടം എത്ര രൂപയെന്ന് കണ്ടുപിടിക്കണം. നഷ്ടം എത്ര രൂപയെന്ന് കാണണമെങ്കിൽ വാങ്ങിയ വിലയിൽ നിന്നും വിറ്റ വില കുറയ്ക്കുക. ഇവിടെ വാങ്ങിയ വില 650 ആണ്. 650 നിന്നും 598 കുറയ്ക്കുക. 650 നിന്നും 598 കുറച്ച് കഴിഞ്ഞാൽ 52 കിട്ടും. അതായത് 52 രൂപയാണ് നഷ്ടം. ഇനി നഷ്ടശതമാനം കാണാനായിട്ട് ഈ നഷ്ടമായ 52 വാങ്ങിയ വിലയായ 650ൻ്റെ എത്ര ശതമാനമാണെന്ന് കാണണം. നഷ്ടശതമാനം കാണാൻ നഷ്ടം വാങ്ങിയ വിലയുടെ എത്ര ശതമാനമാണെന്ന് കാണണം. അതായത് 52 650ൻ്റെ എത്ര ശതമാനമാണെന്ന്. അതിനായിട്ട് 650ൽ 52 ഗുണം 100 കാണുക. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓരോ പൂജ്യങ്ങൾ അംശത്തിലും ഛേദത്തിലും ക്യാൻസൽ ചെയ്യാം. ഈ 65ഉം 10ഉം 5ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ 5 കൊണ്ട് 65നെയും 10നെയും ഹരിക്കാം. 65നെ 5 കൊണ്ട് ഹരിച്ചാൽ 13 തവണ. 50ഉം 15ഉം ആണല്ലോ. 50ൽ 10 തവണയും 15ൽ 3 തവണയും. 13 തവണയുണ്ട് 65ൽ. 10ൽ 2 തവണയും. ഇനി 52നെ 13 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യയാണ്. 52നെ 13 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് കിട്ടും. അപ്പോൾ 4 2 8. അപ്പോൾ 8% നഷ്ടം. ശരിയുത്തരം ഓപ്ഷൻ ബി. 18 ഹരണം 2 ഗുണം 18 ഹരണം 6 ന്യൂനം 5 എത്ര? അപ്പോൾ നമുക്ക് 18 ഭാഗം 2 ഗുണം 18 ഭാഗം 6 മൈനസ് 5 ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഭാഗത്തിൻ്റെ വേണം ക്രിയ നടത്താൻ. അതിൽ തന്നെ ആദ്യം നമുക്ക് ഈ ഹരണവും അതോടൊപ്പം ഗുണനവും ചെയ്യാം. അപ്പോൾ ഇത് 18 ഭാഗം ബ്രാക്കറ്റിനുള്ളിൽ 2 ഗുണം നമ്മൾ ഇതിൻ്റെ ക്രിയയാണ് ആദ്യം നടത്തുന്നത്. 18നെ 6 കൊണ്ട് ഹരിക്കുന്നു. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3. 2 ഗുണം 3 മൈനസ് 5 എന്നാവും. ഇനി വീണ്ടും നമുക്ക് ക്രിയ ചെയ്യാം. ബ്രാക്കറ്റിനുള്ളിലുള്ളത് വേണം ആദ്യം ചെയ്യാൻ. 18 ഭാഗം നോക്കുക, ബ്രാക്കറ്റിൽ തന്നെ ഗുണനവും ഉണ്ട് ന്യൂനവും ഉണ്ട്. അതിൽ ഗുണനം ആദ്യം ചെയ്യണം. 2 3 6. അപ്പോൾ 6 മൈനസ് 5 എന്നാവും. സമം 18 ഭാഗം 6ൽ നിന്ന് 5 കുറച്ചാൽ 1. ഇനിയിപ്പോൾ ബ്രാക്കറ്റ് ഒഴിവാക്കാം. 18നെ 1 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 18 തന്നെ. അപ്പോൾ ഉത്തരം 18 ഓപ്ഷൻ എ. ഒരു ബസ്സിൻ്റെ വേഗത 52 km/മണിക്കൂർ ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഇവിടെ ഒരു ബസ്സിൻ്റെ വേഗത 52 km/മണിക്കൂർ എന്ന് നൽകിയിരിക്കുന്നു. 52 km/മണിക്കൂർ. അതായത് ഈ ബസ് 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ സഞ്ചരിക്കും. 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് 52നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 52 ഗുണം 6 312 വരും. അപ്പോൾ 6 മണിക്കൂർ കൊണ്ട് ബസ് 312 കിലോമീറ്റർ സഞ്ചരിക്കും. ശരിയുത്തരം ഓപ്ഷൻ സി. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? ഇവിടെ 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2 ആണ്. ഓർക്കുക, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2 ആണ്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമുക്ക് ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടാൽ മതി. അതായത് n-ന് പകരം 9 എന്ന് കൊടുക്കുക. n-ന് 9 എന്ന് ഇതിൽ കൊടുക്കുമ്പോൾ 9 × 9 + 1 അതായത് 10/2 എന്ന് വരും.
നമുക്ക് 10നെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 5 1/5 45. അതായത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക 45 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. കൂട്ടത്തിൽ പെടാത്തതേത്? ത്രികോണം, സമചതുരം, ചതുരം, ലംബകം. അപ്പോൾ ത്രികോണം, സമചതുരം, ചതുരം, ലംബകം ഇവയിൽ വേറിട്ട് നിൽക്കുന്ന ഏതെന്ന് കണ്ടുപിടിക്കണം. നോക്കുക, ഇതിൽ സമചതുരം, ചതുരം, ലംബകം ഇവ മൂന്നും 4 വശങ്ങളുള്ള രൂപങ്ങളാണ്. സമചതുരം, ചതുരം, ലംബകം ഇവ 4 വശങ്ങളുള്ള രൂപങ്ങളാണ്. അതേസമയം ത്രികോണത്തിന് 3 വശങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ത്രികോണമാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 5ാമതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇവിടെ ഒരു വരിയിൽ, ഒരു ക്യൂവിൽ ദിയ മുന്നിൽ നിന്ന് 8ാമതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നിൽ നിന്ന് 5ാമതാണ്. അങ്ങനെയെങ്കിൽ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ദിയയുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സ്ഥാനങ്ങൾ കൂട്ടിയിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം കിട്ടും. എന്ത് ചെയ്യണം? മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സ്ഥാനങ്ങൾ കൂട്ടി അതിൽ നിന്നും 1 കുറയ്ക്കുക. അപ്പോൾ 8ഉം 5ഉം കൂടെ കൂട്ടുക. 8ഉം 5ഉം കൂടെ കൂട്ടി അതിൽ നിന്ന് 1 കുറയ്ക്കുക. 8ഉം 5ഉം കൂടെ കൂട്ടിയാൽ 13. 13ൽ നിന്ന് 1 കുറച്ചാൽ 12. അപ്പോൾ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം 12. ശരി ഉത്തരം ഓപ്ഷൻ എ. 15/p = 3 ആയാൽ പി എത്ര? ഇവിടെ 15/p = 3 എന്ന് നൽകിയിരിക്കുന്നു. നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. 15നെ പി കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. അങ്ങനെയെങ്കിൽ 3നെ പി കൊണ്ട് ഗുണിച്ചാൽ 15 കിട്ടണം. അതായത് 3 ഗുണം പി = 15 ആയിരിക്കണം. 3നെ പി കൊണ്ട് ഗുണിച്ചാൽ 15 കിട്ടണം. അപ്പോൾ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 15നെ 3 കൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5. അപ്പോൾ പിയുടെ വാല്യൂ 5. ശരി ഉത്തരം ഓപ്ഷൻ ബി. 2/1 + 4/3 ന്യൂനം 1ന്റെ വില എത്ര? നമുക്കിവിടെ 2/1 + 4/3 ന്യൂനം 1ന്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 2 ഭിന്നസംഖ്യകൾ കൂട്ടണം. ഭിന്നസംഖ്യകൾ കൂട്ടണമെങ്കിൽ അവയുടെ ഛേദം തുല്യമാക്കണം. നോക്കുക, ഇവിടെ 2ഉം 4ഉമാണ് ഛേദം. അപ്പോൾ നോക്കുക, ഈ 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും. അപ്പോൾ പൊതുവായ ഛേദം നമുക്ക് 4 ആക്കി എടുക്കാം. 4 ആക്കുന്നതിനായിട്ട് ഇവിടെ അംശത്തിനെയും ഛേദത്തിനെയും 2 കൊണ്ട് ഗുണിക്കുക. ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശത്തിനെയും ഛേദത്തിനെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2/4 എന്ന് ആദ്യത്തെ ഭിന്നസംഖ്യ മാറും. പ്ലസ് 4/3 അതേപടി തന്നെ എഴുതുക. ഇനി നമുക്ക് ഇവയുടെ തുകയിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ 1ന്റെ ഛേദം കൂടി 4 ആക്കി മാറ്റുന്നത് സൗകര്യപ്രദമായിരിക്കും. അപ്പോൾ 1നെ 4/4 എന്ന് എഴുതാം. -4/4 ഇങ്ങനെ എഴുതുക. ഇനി നോക്കുക, അപ്പോൾ ഈ 3 സംഖ്യകളുടെയും ഛേദം 4ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൻ്റെ ഛേദവും 4 എന്ന് എഴുതുക. 4ൽ ഇനി അംശത്തിൽ ക്രിയ ചെയ്താൽ മതി. അതായത് 2നോട് 3 കൂട്ടുക, 2 + 3 എഴുതുക. അതിൽ നിന്ന് ഇവിടെ കുറയ്ക്കുകയാണ്, -4 കാണുക. 2നോട് 3 കൂട്ടിയാൽ 5. 5ൽ നിന്ന് 4 കുറച്ചാൽ 1. അപ്പോൾ 1/4 എന്ന് കിട്ടും. അല്ലെങ്കിൽ 4/1 ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ സി. 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ ഏത്? നമുക്കിവിടെ 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിതിനായിട്ട് ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യകൾ എഴുതി അവ 3ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാം. ഓർക്കുക, ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ 100 ആണ്. അടുത്തത് 101, അടുത്തത് 102. നമുക്കിങ്ങനെ 3 എണ്ണം എഴുതിയാൽ മതിയാവും. കാരണം 3 എണ്ണൽ സംഖ്യകളിൽ, തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളിൽ ഒരെണ്ണം 3ന്റെ ഗുണിതമായിരിക്കും. അപ്പോൾ ഇതിലേതാണ് 3ന്റെ ഗുണിതം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു സംഖ്യ 3ന്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക എടുക്കുക. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാണെങ്കിൽ സംഖ്യയും 3ന്റെ ഗുണിതമായിരിക്കും. ഇവിടെ 100, 100ലെ അക്കങ്ങളുടെ തുക 1ഉം 0ഉം 0 കൂടെ കൂട്ടിയാൽ അക്കത്തുക 1 കിട്ടുന്നത്. ഈ 1 3ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് 100ഉം 3ന്റെ ഗുണിതമല്ല. 101, 1ഉം 0ഉം 1. ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം 2 കിട്ടും. തുക 2 കിട്ടും. അക്കങ്ങളുടെ തുക 2. അക്കങ്ങളുടെ തുക 2 3ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് ഇതും 3ന്റെ ഗുണിതമല്ല. ഇവിടെ നോക്കുക, 1 0 2. 1ഉം 0ഉം കൂടെ കൂട്ടിയ 1, അതിനോട് 2 കൂട്ടിയ 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 3. അപ്പോൾ അക്കത്തുക 3. 3 3ന്റെ ഗുണിതമാണല്ലോ. അതായത് 102ലെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് 102 3ന്റെ ഗുണിതമാണ്. അപ്പോൾ 3ന്റെ ഗുണിതമായ ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ 102 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അപ്പോൾ 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപയാകും. അങ്ങനെയെങ്കിൽ രാജുവിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുണ്ടെന്ന് കണ്ടുപിടിക്കണം.
8 രൂപ കൂടി കിട്ടിയാലേ 100 രൂപയാകുള്ളൂ. അതിൻ്റെ അർത്ഥം 100 രൂപയ്ക്ക് 8 രൂപ കുറവുണ്ട്. രാജുവിൻ്റെ കയ്യിൽ ഉള്ള തുക 100 രൂപയ്ക്ക് 8 രൂപ കുറവുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള തുക കണ്ടുപിടിക്കാനായിട്ട് 100-ൽ നിന്ന് 8 കുറച്ചാൽ മതി. 100-ൽ നിന്ന് 8 കുറച്ചാൽ നമുക്ക് 92 കിട്ടും. അപ്പോൾ രാജുവിൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് 92 രൂപയാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി. 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? ഇവിടെ 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടാൻ നീളവും വീതിയും ഗുണിച്ചാൽ മതി. അതായത് ചതുരത്തിൻ്റെ ഏരിയ കാണാനായിട്ട് നീളം ഗുണം വീതി കാണുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ നീളം 11 വീതി 8. അപ്പോൾ 11 ഗുണം 8, 11 88. അപ്പോൾ 88 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ചതുരത്തിൻ്റെ പരപ്പളവ്. ശരിയുത്തരം ഓപ്ഷൻ എ. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര? ഇവിടെ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ നൽകിയിട്ടുണ്ട് 289 ചതുരശ്ര മീറ്റർ. അങ്ങനെയെങ്കിൽ ആ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കണം. അപ്പോൾ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളവും പരപ്പളവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു വശം എ യൂണിറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ, പരപ്പളവിന് ഏരിയ എന്നാണ് പറയുന്നത്, പരപ്പളവ് എ സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും. ഓർക്കുക, ഒരു വശം എ യൂണിറ്റ് ആണെങ്കിൽ സമചതുരത്തിൻ്റെ പരപ്പളവ് എ സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും. അതായത് വശത്തിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗമാണ് പരപ്പളവ്, വശത്തിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗം. അപ്പോൾ പരപ്പളവിൻ്റെ വർഗ്ഗമൂലം കണ്ടു കഴിഞ്ഞാൽ ഒരു വശത്തിൻ്റെ നീളം കിട്ടും. പരപ്പളവിൻ്റെ വർഗ്ഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് എടുത്താൽ ഒരു വശത്തിൻ്റെ നീളം കിട്ടും. ഇവിടെ പരപ്പളവ് 289 യൂണിറ്റ്സ് ആണല്ലോ, ചതുരശ്ര മീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 289ൻ്റെ വർഗ്ഗമൂലം അതായത് 17. അപ്പോൾ 17 മീറ്റർ ആണ് ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. ശരിയുത്തരം ഓപ്ഷൻ സി. മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞാൽ മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം. എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇവിടെ മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം നൽകിയിരിക്കുന്നു. 10 വർഷം കഴിയുമ്പോൾ മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം. എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കണം. അപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ മകനും അച്ഛനും, മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. അതായത് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് എന്ന് എടുത്താൽ എക്സിൻ്റെ 3 ഇരട്ടി, എക്സിൻ്റെ 3 ഇരട്ടി 3x. അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 3x. ഇനി 10 വർഷം കഴിയുമ്പോൾ ഉള്ള ഇവരുടെ രണ്ടുപേരുടെയും പ്രായം നമുക്ക് എഴുതാം. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് എന്നാണ് എടുത്ത്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ മകന് 10 വയസ്സ് കൂടെ കൂടും, അതായത് x+10 ആവും. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 3x ആണ്. അപ്പോൾ അച്ഛന് 10 വർഷം കൂടെ കഴിയുമ്പോൾ 3x + 10 ആകും അച്ഛൻ്റെ പ്രായം. ഇനി ഈ 10 വർഷം കഴിഞ്ഞുള്ള പ്രായങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഇവിടെ നൽകിയിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞാൽ മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം. അതായത് 10 വർഷം കഴിയുമ്പോഴുള്ള അച്ഛൻ്റെ പ്രായം 3x + 10 എന്നുള്ളത് അന്നത്തെ മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാണ്. അന്നത്തെ മകൻ്റെ പ്രായം x+10 ആണ്, അതിൻ്റെ ഇരട്ടി കാണാൻ 2 കൊണ്ട് ഗുണിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ 3x + 10 2 × x+10 എന്ന് നമുക്ക് എടുക്കാം. ഇനി ഇത് സോൾവ് ചെയ്ത് വേണം നമുക്ക് എക്സിൻ്റെ വാല്യൂ, അതായത് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കാൻ. അപ്പോൾ 3x + 10 ഈ 2 കൊണ്ട് ഇവിടെ ഗുണിക്കുക, ഓരോ ടേമിനെയും ഗുണിക്കണം. അപ്പോൾ 2 × x 2x പ്ലസ് 2 × 10 20. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എക്സ് ഉള്ള ടേമല്ല ഒരു വശത്ത് വരണം, എക്സ് ഇല്ലാത്ത നമ്പേഴ്സൊക്കെ മറു സൈഡിലും. അപ്പോൾ ഈ 2x ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ്, അത് ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ 3x - 2x ഈ 10നെയും കൂടെ വലതുവശത്തേക്ക് കൊണ്ടുപോവുക. ഇവിടുത്തെ +10 അവിടെ വെല്ലുമ്പോൾ -10 ആവും. അപ്പോൾ 20 - 10 എന്ന് വരും. 3x നിന്ന് 2x കുറച്ചാൽ 1x, അത് നമ്മൾ x എന്ന് എഴുതാറുള്ളൂ. 20 നിന്ന് 10 കുറച്ചാൽ 10. അപ്പോൾ x = 10 എന്ന് കിട്ടി. എക്സ് മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് നമ്മൾ x എന്ന് എടുത്തത്. അതുകൊണ്ട് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം 10 വയസ്സാണ്. ശരിയുത്തരം ഓപ്ഷൻ സി. 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇവിടെ 2, 4, 5 ഈ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന, ശിഷ്ടമില്ലാതെ ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ 2, 4, 5 ഇവ കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കിട്ടാനായിട്ട് ഈ സംഖ്യകളുടെ ലസാഗു അഥവാ LCM കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് 2, 4, 5 ഇവയുടെ ലസാഗു കാണാം. അതിനായിട്ട് ഇവയുടെ ഘടകങ്ങൾ എടുക്കാം.
ഇവയെ പൊതുവായിട്ട് ഹരിക്കാവുന്ന 3നെയും ഹരിക്കാവുന്ന ഒറ്റ ഘടകമേ ഉള്ളൂ 1 എടുക്കേണ്ടതില്ല. പിന്നെ ഇതിലെ 2നെയും 4നെയും 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 2 ഘടകമായിട്ട് എടുക്കാം. അപ്പോൾ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും, 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2, 5നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് 5 അതേപടി എഴുതുക. ഇനിയിപ്പോൾ ഈ സംഖ്യകളെ ഹരിക്കാവുന്ന 1 അല്ലാതെ മറ്റ് ഘടകങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി LCM കാണാനായിട്ട് ഇത്രയും സംഖ്യകളുടെ ഗുണനഫലം എടുത്താൽ മതി. അതായത് 2 ഗുണം 1 ഗുണം 2 ഗുണം 5, 2 ഗുണം 1 2, 2 2 4, 4 5 20. അതായത് ഇവയുടെ ലസാഗു അഥവാ LCM 20 അപ്പോൾ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയും 20. ശരിയുത്തരം ഓപ്ഷൻ ഡി. 9:3 64:. ഇവിടെ 9ഉം 3ഉം തമ്മിലുള്ള ബന്ധം എന്താണോ അതേ ബന്ധം ഉപയോഗിച്ച് വേണം 64ൻ്റെ കൂടെ വരുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ. ഓർക്കുക, 9ൻ്റെ സ്ക്വയർ റൂട്ടാണ് 3, 3ൻ്റെ സ്ക്വയറാണ് 9 അഥവാ 9ൻ്റെ വർഗ്ഗമൂലമാണ് 3. അപ്പോൾ 64ൻ്റെ വർഗ്ഗമൂലമായിരിക്കണം ഇവിടെ വരേണ്ടത്. 64ൻ്റെ വർഗ്ഗമൂലം അഥവാ സ്ക്വയർ റൂട്ട്. 64ൻ്റെ വർഗ്ഗമൂലം 8. അപ്പോൾ ഉത്തരമായി വരേണ്ടത് 8. ശരിയുത്തരം ഓപ്ഷൻ ഡി. ക്രമമായി പൂരിപ്പിക്കുക. 2 5 8 അപ്പോൾ ഇവിടെ ഒരു സംഖ്യാശ്രേണി നൽകിയിട്ടുണ്ട്. ഈ സീക്വൻസിലെ അടുത്ത പദം ഏതെന്ന് കണ്ടുപിടിക്കണം. നോക്കുക, ഈ പദങ്ങളുടെ ബന്ധം നോക്കുക. 2നോട് 3 കൂട്ടിയാൽ 5 കിട്ടും, 5നോട് 3 കൂട്ടിയാൽ 8 കിട്ടും. നോക്കുക, 2നോട് 3 കൂട്ടിയാൽ 5, 5നോട് 3 കൂട്ടിയാൽ 8. അപ്പോൾ അടുത്ത പദം കണ്ടുപിടിക്കണമെങ്കിൽ 8നോട് 3 കൂട്ടണം. 8നോട് 3 കൂട്ടിയാൽ 11. അപ്പോൾ അടുത്ത സംഖ്യ 11. ശരിയുത്തരം ഓപ്ഷൻ ബി. മാർക്കുകളുടെ ശരാശരി എത്ര? 52 62 32 42 22. അപ്പോൾ നമുക്ക് 52 62 32 42 22 ഇവയുടെ ശരാശരി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം സാധാരണ രീതിയിൽ ശരാശരി കാണാം, അതിനുശേഷം ഇതിന് ഉത്തരം കാണാനുള്ള ഒരു ഷോർട്ട് കട്ട് കൂടി പറയാം. അപ്പോൾ ശരാശരി കാണുന്നത് എങ്ങനെയാണ്? സംഖ്യകളുടെ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ്. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോൾ തുക കാണാൻ ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക. 52 പ്ലസ് 62 പ്ലസ് 32 പ്ലസ് 42 പ്ലസ് 22 ബൈ അവയുടെ എണ്ണം 5 സംഖ്യകളാണുള്ളത് 5. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 210 കിട്ടും. 210നെ 5 കൊണ്ട് ഹരിക്കുക. 210നെ 5 കൊണ്ട് ഹരിച്ചാൽ 200-ൽ 40 തവണയാണ് 5 ഉള്ളത്, 10-ൽ 2 തവണയും. അപ്പോൾ 42 കിട്ടും. അതായത് ഈ സംഖ്യകളുടെ ശരാശരി 42. ഇതാണ് നേരായ മാർഗം. ഇനി ഇതിനെ കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് ഇതാണ്. നോക്കുക, 52 62 32 42 22 ഇവയാണ് തന്നിരിക്കുന്ന സംഖ്യകൾ. അപ്പോൾ ഇതൊന്ന് ക്രമത്തിന് എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് 22 32 42 52 62 ഈ സംഖ്യകളുടെ ശരാശരിയാണ് കാണുന്നത്. നോക്കുക, 22നോട് 10 കൂട്ടിയാൽ 32 കിട്ടും. 32നോട് 10 കൂട്ടിയാൽ 42, 42നോട് 10 കൂട്ടിയാൽ 52, 52നോട് 10 കൂട്ടിയാൽ 62. അതായത് ഇത് പൊതുവ്യത്യാസം 10 ആയിട്ടുള്ള ഒരു സമാന്തര പ്രോഗ്രഷനാണ്. പൊതുവ്യത്യാസം 10 ആയിട്ടുള്ള സമാന്തര പ്രോഗ്രഷൻ അതിലെ തുടർച്ചയായ പദങ്ങളാണ്. അപ്പോൾ സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ പദങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ പദങ്ങളുടെ ശരാശരി ആ പദങ്ങളിൽ മധ്യത്തിൽ വരുന്ന പദമായിരിക്കും. അപ്പോൾ നോക്കുക, തുടർച്ചയായ 5 പദങ്ങളിൽ മധ്യത്തിൽ വരുന്ന പദമാണ് ഈ പദങ്ങളുടെ ശരാശരി. അതുകൊണ്ട് ഇവയുടെ ശരാശരി 42. ശരിയുത്തരം ഓപ്ഷൻ ഡി. 10-1 0.1 ആയാൽ 100-ൽ 10ൻ്റെ ദശാംശ രൂപം ഏത്? ഇവിടെ 10-1 0.1 നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 100-ൽ 10ൻ്റെ ദശാംശ രൂപം കണ്ടുപിടിക്കണം. നമുക്കിവിടെ 100-ൽ 10ൻ്റെ ദശാംശ രൂപം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിലെ ഓരോ പൂജ്യങ്ങൾ അംശത്തിലും ഛേദത്തിലുമുള്ള ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിത് 10-1 തന്നെ കിട്ടും. ഇനി 10-1ൻ്റെ ദശാംശ രൂപം ഇവിടെ നൽകിയിട്ടുണ്ട് 0.1. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.1. 100-ൽ 10ൻ്റെ ദശാംശ രൂപവും 0.1 തന്നെ. ശരിയുത്തരം ഓപ്ഷൻ ബി. 5 സ്ക്വയർ 25 ആയാൽ 0.5 സ്ക്വയർ എത്ര? ഇവിടെ 5ൻ്റെ സ്ക്വയർ അഥവാ വർഗ്ഗം 25 ആണെന്ന് നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 0.5ൻ്റെ സ്ക്വയർ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 0.5ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. ആദ്യം 0.5ൻ്റെ സ്ക്വയർ എഴുതാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 5ൻ്റെ സ്ക്വയർ എഴുതുക എന്നുള്ളതാണ്. 5ൻ്റെ സ്ക്വയർ 25. ഈ പോയിന്റിന് ഇടതുവശത്തുള്ള 0 നമ്മൾ പരിഗണിക്കേണ്ടതില്ല. നമ്മൾ 5ൻ്റെ സ്ക്വയർ എഴുതി 25. ഇനി ഇതിന് ഡെസിമൽ പോയിന്റ് കൊടുക്കണം. അപ്പോൾ ഡെസിമൽ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സംഖ്യയിൽ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് എത്ര അക്കങ്ങളുണ്ടെന്ന് നോക്കുക. ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് ഒരക്കമേ ഉള്ളൂ.
ഇതിൻ്റെ വർഗ്ഗത്തിൽ ഡെസിമൽ പോയിൻറ്റിൻ്റെ വലതുവശത്ത് 2 അക്കങ്ങൾ ഉണ്ടാവണം. ഓർക്കുക, ഈ സംഖ്യയിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് എത്ര അക്കങ്ങളുണ്ടോ അതിൻ്റെ ഇരട്ടി അക്കങ്ങൾ ഇതിൻ്റെ വർഗ്ഗത്തിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഒരക്കമല്ലേ ഉള്ളൂ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത്. അപ്പോൾ ഇതിൻ്റെ വർഗ്ഗത്തിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങൾ ഉണ്ടാവണം. അതിനായിട്ട് വലത്ത് നിന്ന് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിൻറ്റ് കൊടുക്കുക. അപ്പോൾ 0.25 എന്ന് വരും. ഇനി അതിന് മുമ്പായിട്ട് നമുക്കൊരു 0 കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 0.25 നമുക്ക് വേണ്ട ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ഡി.